ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രേഖ വരുണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. ഞാനൊരു ചീത്ത പെണ്ണായതുകൊണ്ടല്ല നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നത്, നിങ്ങളെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടാണ്. എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ നിങ്ങളെ വിശ്വസിച്ച് വന്ന് ഞാൻ ചീത്തയായി അല്ലേ? സമാധാനമായി. എനിക്കിത് കിട്ടണം, ഇത് തന്നെ കേൾക്കണം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ വരണേട്ടാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൂ, നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള എന്നെ നിങ്ങൾ ചീത്തയാക്കി അല്ലേ? എല്ലാം കൊണ്ടും ഞാൻ ചത്താ മതിയായിരുന്നു എന്നും പറഞ്ഞ് രേഖ ഭയങ്കര കരച്ചില്ല. ഈ സമയം ഗോവിന്ദ്, എടാ കേട്ടല്ലോ, ഇതിനൊക്കെ നീ എന്ത് സമാധാനമാടാ പറയാൻ പോകുന്നേ? ഞാൻ പോവുക, ഞാനിവിടുന്ന് പോകും. അതെ, ഞാനാണ് എല്ലാവരെയും ചതിച്ചത്. അറക്കൽ തറവാടിനെയും AGMനെയും ചേതൻ ഗ്രൂപ്പിന് ഒറ്റ കൊടുത്തത് ഞാൻ തന്നെയാണ്, ഞാൻ മാത്രം. ഇതിൽ 1-ാം പ്രതിയും 2-ാം പ്രതി 3-ാം പ്രതിയും ഒക്കെ ഞാനാ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അതിനിടയിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോളാം. പക്ഷേ ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്നാണോ കരുതിയത്? സമ്മതിക്കില്ല ഞാനതിന്, ഒരിക്കലും സമ്മതിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഒറ്റയ്ക്ക് നിങ്ങൾ എവിടെയും പോകില്ല. എന്നെ ഇവിടെ ഇട്ടേച്ചും ആ സുവർണയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് രേഖ ആകെ വയലൻ്റ് ആവുക. അങ്ങനെ രേഖ വരുണിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ജയിലിൽ പോയി കിടക്കാമല്ലോ, അങ്ങനെയെങ്കിലും ഈ പാവങ്ങളുടെ സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്നും പറഞ്ഞ് വരുണിനെ കുറേ നേരമായിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുക. എടി വിടാനാ പറഞ്ഞത്. ഇല്ല, നിങ്ങളെ ഞാൻ വിടില്ല, വെറുതെ വിടില്ല. നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. നിങ്ങൾ ചാക്, അത് തന്നെ നല്ലത്. നിങ്ങൾ ചാകണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഭയങ്കരമായിട്ട് വരുണിനോട് വയലൻ്റ് ആവും. ഈ സമയം ഒന്ന് മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ രേഖയെ പിടിച്ചൊരൊറ്റ തള്ള്. രേഖ തെറിച്ചു പോയി വീണു. തലയടിച്ച ശബ്ദം എല്ലാവരും ശരിക്കും കേട്ടു. അത് കണ്ടതും എല്ലാവരും പേടിച്ചുപോയി. ഓടിച്ചെന്ന് രേഖയെ വിളിക്കുക. രേഖച്ചി എഴുന്നേക്ക്, രേഖച്ചി. ഗോവിന്ദനും പിടിക്കുക. ആര് വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. ഈ സമയം പ്രിയയ്ക്കാകെ പേടിയായി. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴേക്കും കാഞ്ചന വെള്ളം എടുത്തുകൊണ്ട് വരിക. കാഞ്ചന വെള്ളം കൊടുത്ത് വെള്ളം തളിച്ചിട്ടൊന്നും ഒരു രക്ഷയുമില്ല. ഈശ്വര, പേടിയാവുന്നു. എനിക്ക് സംഭവിച്ച പോലെ എന്തെങ്കിലും ആണോ? എനിക്ക് പേടിയാവുന്നു ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞ് പ്രിയ ഭയങ്കര കരച്ചിലാ. അയ്യപ്പൻ നായർ, കുഞ്ഞെ ഹോസ്പിറ്റലിൽ കൊണ്ടോ, ഉള്ളിൽ അടി കിട്ടിയിരിക്കുന്നേ. ഇനി ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണില്ല, പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ നോക്ക്. അത് കേട്ടതും നമ്മുടെ രാധിക, വരുൺ പോയി എടുക്കടാ, ഒന്ന് പോ, ചാകുന്നെങ്കിൽ ചാകട്ടെ പിശാശി, ചത്തങ്ങ കൊണ്ടുപോയി കുഴിച്ചു മൂടവളെ, അല്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനൊന്നും എനിക്ക് പറ്റില്ല. അത് കേട്ടതും ഗോവിന്ദ് ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ എൻ്റെ പ്രിയയുടെയും രഞ്ജുവിൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളാ രേഖയും. എൻ്റെ 2 അനിയത്തിമാരുടെയും കൂടെയാ എൻ്റെ രേഖയുടെ സ്ഥാനവും. അങ്ങനെയുള്ളപ്പോൾ ഈ കിടക്കുന്ന എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീ പിന്നെ ഗാർഹിക പീഡനത്തിനകത്ത് പോകും വരുൺ. പിന്നെ ജീവിതകാലം മുഴുവനും നീ പുറം ലോകം കാണില്ല. ഗോവിന്ദ് മാധവനാ പറയുന്നേ. മര്യാദയ്ക്ക് പോയി എടുക്കടാ, എടുക്കാൻ. അത് കേട്ടതും വരുണാകെ പേടിച്ചു. അപ്പോൾ രാധികാമ്മ, എടാ മോനെ എടുക്കടാ, ഇല്ലെങ്കിൽ പണിയാവും. ഗോവിന്ദനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, നീ എടുക്ക്. അത് കേട്ടതും വരുൺ വേറെ വഴിയില്ലാതെ രേഖയെ താങ്ങിയെടുക്കുക. അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ എല്ലാവരും എത്തി. അതായത് നമ്മുടെ വരുണും രാധികയും ഗോവിന്ദും ഗീതവും ഒക്കെ ഉണ്ട്. കാഷ്വാലിറ്റിയിൽ എല്ലാവരും അതൊക്കെ ഡോറിൽ തന്നെ നോക്കി നിൽക്കുക. ഈശ്വര, രേഖേച്ചിക്ക് ഇതുവരെ ബോധം വന്നില്ലെന്ന് തോന്നുന്നു ഗോവിന്ദേട്ടാ. എനിക്ക് പേടിയാവുന്നു. എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. തല നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ആ ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ഞാനും കേട്ടു ഗീതു. എന്ത് ചെയ്യാനാ, എല്ലാം കൊണ്ടും എനിക്ക് നല്ല ടെൻഷനുണ്ട്. രേഖയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈശ്വരന്മാരെ, പാവ രേഖ. രേഖയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദാകെ ദേഷ്യപ്പെടുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, അതായത് ഡോക്ടറെയാണ്. ഡോക്ടർ വെളിയിലേക്ക് വരിക. ഡോക്ടറെ, എന്തായി ഡോക്ടറെ? രേഖയുടെ ഹസ്ബൻഡ് ആരാ? അപ്പോൾ വരുൺ, ഞാനാ ഡോക്ടറെ എന്നും അവിടെ നിന്ന് പറയുക. എന്നിട്ട്, ഡോക്ടറെ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ. ഇത് കേസൊന്നും ആക്കരുത്. ഇത് ആരും അറിയാതെ ഒതുക്കി തീർത്താൽ മതി. എത്ര ക്യാഷ് വേണേലും തരാം. അത് കേട്ടതും, ആര് പറഞ്ഞു കേസാക്കാൻ പറ്റില്ലെന്ന്? അതെ, രേഖയുടെ വിഷയം കേസായി. രേഖയുടെ കാര്യത്തിൽ ഞങ്ങളൊരു ഫയൽ തന്നെ ഓപ്പൺ ചെയ്തു. അത് കേട്ടതും വരുൺ ഞെട്ടിപ്പോയി. ഗോവിന്ദും രാധികയും ഗീതവും ഒക്കെ ഞെട്ടി. അപ്പോൾ ഡോക്ടർ കൺഗ്രാറ്റ്സ് എന്നും ചിരിച്ചുകൊണ്ട് പറയുക. എന്തിന്? അതെ, ആ കുട്ടി പ്രഗ്നൻ്റാ.
രേഖ ഗീതുവിനും ഗോവിന്ദനും ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. വരുൺ ഞെട്ടി, ഒപ്പം രാധികയും ഞെട്ടി. ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു എന്നും വരുൺ ആലോചിക്കുകയാണ്. അപ്പോഴാണ് വരുൺ ചോക്ലേറ്റിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുന്നത്. ഡോക്ടർ ഇനി ആ കുട്ടിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ഗീതു, ഇത് ഡബിൾ സന്തോഷമാണല്ലോ കണ്ണേട്ട. അത് തന്നെ ഗീതു എനിക്കും പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഡബിൾ സന്തോഷം. അപ്പോൾ രാധിക ഓടിച്ചെന്ന് മോനെ വരുണേ കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് വരുണിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുക. അത് കണ്ടതും ഗോവിന്ദ് ആകെ അപ്സെറ്റായി. ഞാൻ സ്വന്തം മോനാണെന്നൊക്കെ പറയുന്നുണ്ട്, ഞാനൊരച്ഛനാകാൻ പോകുന്നു അറിഞ്ഞിട്ട് ഇതുപോലൊരു സ്നേഹം ഞാൻ കണ്ടില്ലല്ലോ. എന്നോടൊരു കൺഗ്രാറ്റ്സ് പോലും പറഞ്ഞില്ലല്ലോ. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ രക്തബന്ധം തന്നെയാണ്. ഇവർ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവരുടെ മകൻ. എന്നാൽ വരുണാണ് യഥാർത്ഥ മകൻ. അവനോടാണ് ഇവർക്ക് സ്നേഹം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ വിഷമം നമ്മുടെ ഗീതു കാണുക. ഗീതു നേരെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഗോവിന്ദൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. പേടിക്കേണ്ട കണ്ണേട്ട, കണ്ണേട്ടനോടൊപ്പം ഞാനുണ്ട് എന്ന അവസ്ഥയിൽ. അതെ വരുൺ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഗീതു കൺഗ്രാറ്റ്സ് പറയുക. ഞാനേ ഒന്ന് രേഖേച്ചിയെ കണ്ടേച്ച് വരാൻ ഗോവിന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോവുക. ഈ സമയം രേഖയ്ക്കാണെങ്കിൽ നാണം വന്നിട്ടൊരു രക്ഷയില്ല. രേഖ ഇങ്ങനെ നാണിച്ചുകൊണ്ട് കിടക്കുക. അപ്പോൾ നമ്മുടെ ഗീതു, രേഖേച്ചി എൻ്റെ ചക്കര കുട്ടി, അപ്പോൾ ഒന്നും മിണ്ടാതെ എന്നോട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി രേഖേച്ചി എന്നോട് മത്സരിക്കുമായിരുന്നെന്ന്. അവസാനം നമ്മൾ രണ്ടുപേരും ഇനി ഒരുമിച്ചായിരിക്കും ലേബർ റൂമിൽ കയറാൻ പോകുന്നത്. അത് കേട്ടതും ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേഖ നിൽക്കുക. എന്നിട്ട് രേഖ വെളിയിലേക്ക് എത്തി നോക്കുക. പേടിക്കേണ്ട രേഖേച്ചി, വരുണേട്ടൻ വെളിയിൽ തന്നെയുണ്ട്. രേഖേച്ചി ബോധം കെട്ട് വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞതും വരുണേട്ടനാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാശി പിടിച്ചതും വരുണേട്ടൻ തന്നെയാ. എന്തിനാ ഗീതു ഇങ്ങനെ കള്ളം പറയുന്നേ? എനിക്കറിയാം അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ സ്വന്തം കുഞ്ഞാണെങ്കിലും സ്വന്തം ചോരയാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നതെങ്കിലും അയാൾക്ക് ഇതിനോട് വലിയ സ്നേഹമൊന്നുമില്ല. അയാൾക്കുള്ളത് ആ സുവർണയോടാണ് ഇഷ്ടം. ആ സുവർണയെ മാത്രം അയാൾ സ്നേഹിച്ചോട്ടെ, അതിലെനിക്കൊരു കുഴപ്പമില്ല. ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിന് അമ്മയും അച്ഛനും ഒക്കെ ഞാൻ തന്നെയായിരിക്കും, ഞാൻ മാത്രം. ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ബന്ധം വേണമെന്നില്ല ഗീതു. മതി, എൻ്റെ കുഞ്ഞ് മാത്രം മതി. ആരാ പറഞ്ഞേ? ദേ ചേച്ചിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഞാൻ ഗീതു അമ്മ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതു രേഖയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം ഗോവിന്ദന് സങ്കടം വരിക. ഗോവിന്ദ് വെളിയിലേക്ക് പോവുകയാണ്. വെളിയിൽ പോയതും രേഖ രാധികയോട് സംസാരിക്കുക. എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവൾ തമ്മിലുള്ളൊരു ബന്ധം എനിക്കില്ല. ആ സ്വത്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ അവളൊന്ന് കൈക്കലാക്കണമെന്ന് കരുതി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് വരിക. വരുൺ ദേ കണ്ണം വരുന്നുണ്ട്, മിണ്ടാതെ നിൽക്ക്, സന്തോഷത്തോടെ നിൽക്ക്. അത് കേട്ടതും ഗോവിന്ദ് അങ്ങോട്ട് ചെല്ലുക. ദേ ഒരു കാര്യം ഞാൻ പറയാം. ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് നീ AGM-നെ ഒറ്റിക്കൊടുത്തതിൽ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ ഇപ്പോൾ ശിക്ഷിക്കാത്തതും ഇറക്കി വിടാത്തതും രേഖയുടെ വയറ്റിലെ കുഞ്ഞ്, ആ കുഞ്ഞിനോ രേഖയ്ക്കോ എന്തെങ്കിലും സംഭവിച്ച വരുൺ നീ പിന്നെ അകത്ത് കിടക്കും. അറിയാലോ, ഈ ഗോവിന്ദ് മാധവൻ നിന്നോട് ക്ഷമിക്കില്ല. ആ രേഖയ്ക്ക് വേണ്ടി നിന്നോട് ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമിക്കുക. പക്ഷേ ഇനി നീ തെറ്റ് ചെയ്ത നിന്നോട് ഞാൻ ക്ഷമിക്കുമെന്ന് കരുതണ്ട. ആ പെണ്ണ് പോലും നിന്നെ വേണ്ടെന്നാ പറയുന്നത്. എന്നിട്ടും ഞാൻ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ടാ നിന്നോട് ക്ഷമിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നടക്കുക. ഈ സമയം നമ്മുടെ രാധിക, വരുൺ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എടാ ഇതൊരു നല്ലൊരു ചാൻസാണ് നമുക്ക് കിട്ടിയത്. രേഖ പ്രഗ്നൻ്റ് ആയതിൽ രക്ഷപ്പെട്ടത് നീ മാത്രം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രേഖ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നിന്നെ ഇറക്കി വിടാൻ ഗോവിന്ദ് ഇനി നോക്കില്ല. അതുകൊണ്ട് നിനക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടുകയും ചെയ്യാം. ഗോവിന്ദ് ഇനി ഒരിക്കലും നിന്നെ തള്ളിപ്പറയത്തുമില്ല. ഗോവിന്ദൻ്റെ മനസ്സിൽ ഇപ്പോൾ നിനക്കും രേഖയ്ക്കൊക്കെ ഒരേപോലെ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് നീ സന്തോഷമായിട്ടിരിക്കും മോനെ. ദേ ഇത് നമുക്ക് കിട്ടിയൊരു ഗോൾഡൻ ചാൻസാ. രേഖ അമ്മയാകാൻ പോകുന്ന വിവരം ഗോവിന്ദ് അറിഞ്ഞതോടുകൂടെ ഇനി നിനക്ക് അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. AGM-നെ ചതിച്ചതിന് നിന്നോട് അവൻ ക്ഷമിക്കുകയും ചെയ്യും രേഖയ്ക്ക് വേണ്ടി. അവൻ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ, രേഖയും പ്രിയയും രഞ്ജുവും ഒക്കെ അവൻ ഒരേപോലെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് പോലെ നീ നിൽക്കണം. രേഖയെ സ്നേഹിക്കണം, അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കണം. ഒന്ന് പോകാൻ എനിക്കെങ്ങും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വരുണിങ്ങനെ ദേഷ്യപ്പെടുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ്. പ്രിയ ഗീതുവിനെ വിളിക്കുക. ദേ പ്രിയ വിളിക്കുന്നേ. രേഖേച്ചി എടുക്കുമോളെ. അപ്പോൾ ഹലോ പ്രിയമോളെ, എങ്ങനെയുണ്ട് രേഖേച്ചിക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
ഇല്ല മോളെ, ഒരു കുഴപ്പമില്ല, മോള് സമാധാനമായിട്ടിരിക്കുക. ഇല്ല, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഇങ്ങ് താകീതു, ഞാൻ സംസാരിക്കാം എന്നും പറഞ്ഞ് രേഖ ഫോൺ മേടിച്ചു. ഹലോ മോളെ പ്രിയേ, എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ നിന്റെ ഗീതുവെച്ചിക്കുള്ള വിശേഷം തന്നെയാണ് എനിക്കുള്ളത്. അത് കേട്ടതും പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷം. സത്യമായിട്ടും എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും സത്യമായിട്ടും ഞാനും പ്രഗ്നൻ്റാ മോളെ. കൺഗ്രാറ്റ്സ് രേഖേച്ചി, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണേ. പിന്നെ ഞാൻ ഉടനെ തന്നെ അങ്ങ് വരും എന്നും പറയാ. ഈ സമയം ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ കാഞ്ചനോദിക്ക എന്നാച്ചു പാപ്പ? അതെ, രേഖ ചേച്ചിയും പ്രഗ്നൻ്റാന്ന്. എന്നും പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ ഞെട്ടിയിട്ട് രേഖയും ഗർഭിണിയായിട്ട് വരുന്ന സീനൊക്കെ ആലോചിക്കണം. അപ്പോൾ വരുൺ, നീ എൻ്റെ ജോഡിയല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, മര്യാദയ്ക്ക് പോയിക്കോ എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് രേഖയെയും അടുത്തേക്ക് വിളിച്ച് സ്വന്തം അനിയത്തിയുടെ സ്ഥാനത്ത് നിർത്തി ചേർത്ത് പിടിക്കുന്ന ആ രംഗങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഞ്ചന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടിട്ട് എന്താ കാഞ്ചനൊക്കെ ആലോചിക്കുന്നേ? ആലോചിക്കുകയായിരുന്നു, ഇടി വെട്ടിയ ഗോവിന്ദ് മാമാവിടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാവുന്നു. അതെന്താ കാഞ്ചനൊക്കെ അങ്ങനെ പറഞ്ഞത്? അതെ, വരുൺ മാമ ഇപ്പോൾ രേഖപ്പാപ്പോടെ അടുപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ ഗോവിന്ദ് മാമൻ തന്നെ എല്ലാം നോക്കണ്ടേ, അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കുക. കാഞ്ചനക്കൊക്കെ സന്തോഷമായോ? പിന്നെ എന്ത് സന്തോഷം, ജോലി ചെയ്ത് എൻ്റെ നടുവൊടിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. അപ്പോൾ പ്രിയ ഇരുന്ന് കളിയാക്കി ചിരിക്കുക. ഈ സമയം വിജയലക്ഷ്മിയെയും രഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അല്ല, നിങ്ങളെന്താ മക്കളെ ഈ സമയത്ത് ഈ പാതിരാത്രി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് വിജയലക്ഷ്മി ആകെ ടെൻഷനോടുകൂടി ചോദിക്കുക. അത് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി അമ്മേ ചേച്ചിയും ചേട്ടനും ഗീതവും ചേട്ടനും വന്നിരിക്കുന്നേ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, അതൊന്നും അവരെ തന്നെ പറയും. എന്താ മോളെ, എന്താ പ്രശ്നം എന്നും നമ്മുടെ വിജയലക്ഷ്മി ചോദിക്കുക. അത് കേട്ടതും അത് പറയേണ്ടത് ഞാനല്ല, കണ്ണേട്ടനാ. അപ്പോൾ വിജയലക്ഷ്മി ഇവനോ? എന്താണേലും പറ, അത് ഒരു വിശേഷം തന്നെയാ. വിശേഷോ? സത്യമായിട്ടും? അപ്പോൾ വിജയലക്ഷ്മി സന്തോഷത്തോടെ ഗീതുവിനെ കെട്ടിപ്പിടിക്കാൻ വരും. അങ്ങനെ വരല്ലേ, ദേ ഗോവിന്ദേട്ടൻ പറയും എന്നും ഗീതു ആക്ഷൻ കാണിക്കുക. അതെ, എന്താ വിശേഷം ഒന്ന് പറയാമെന്ന് പറയുന്നെങ്കിൽ പറ, വെറുതെ ഇങ്ങനെ പറയാതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്നും വിജയലക്ഷ്മി സീരിയസ് ആയിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക. അത് കേട്ടതും അത് പിന്നെ മോളെ, നീ പറയുന്നതിലും ഉണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിശേഷം. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ചിരിക്കുക. സത്യമായിട്ടും വിശേഷമാണോ? സത്യമായിട്ടും വിശേഷം അമ്മേ. ഓ എൻ്റെ ചക്കര മോളെ, ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക. അപ്പോൾ രഞ്ജു, ഈശ്വര, ഇതാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. രേഖ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ രാധിക അമ്മ വരുണിനോട് കാണിച്ചതും ഇങ്ങനത്തെ സ്നേഹം തന്നെയാണ്. അതിൻ്റെ അർത്ഥം രക്തത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നാ. അതെ, യഥാർത്ഥ രക്തബന്ധത്തെ സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട്, എന്നാൽ മറ്റു സ്നേഹമെല്ലാം വെറുമൊരു സ്നേഹം മാത്രമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം രഞ്ജു ഭയങ്കര സന്തോഷത്തോടെ ഗീതുവിന് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനോട്, ഇനി എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, ദേ എൻ്റെ മോക്കിനി ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഗോവിന്ദ് ചിരിക്കുക. ഗീതുവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഗോവിന്ദ് ആഗ്രഹിച്ചു, അതെ, ഈ സന്തോഷം തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ടത്. സത്യം പറഞ്ഞ ഗീതു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ രാധികാമ്മ ഷോക്കായി. രാധികാമ്മയ്ക്ക് അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല, അത് രാധികാമ്മയുടെ പേടിയായിരുന്നു. ഗീതു ഒരമ്മയായ ഞാനൊരച്ഛനായ സ്വത്തുക്കളെല്ലാം അവർക്ക് പോകുമെന്നുള്ളൊരു പേടി. എന്തായാലും രാധികാമ്മയുടെ തനി ഗുണം മനസ്സിലായി. പക്ഷേ ഈ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണ്, ഈ സ്നേഹമാണ് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അത് കണ്ട് ആസ്വദിച്ച്. അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിന് ലഡ്ഡുവൊക്കെ വാരി കൊടുക്കുക. അപ്പോൾ രഞ്ജു, ഈ സമയം അമ്മേ എനിക്ക് ഈ ലഡ്ഡുവേ കുറച്ച് പൊതിഞ്ഞു തരണേ. അതെന്തിനാ മോളെ? അവിടെ കൊണ്ടുപോയി കഴിക്കാനാണോ? അതിനമ്മ കുറേ വേറെ മേടിച്ചു തരാം. അത് കേട്ടതും അല്ലമ്മേ, അവിടെ വേറൊരു ഗർഭിണി കൂടെ ഉണ്ട്. അതാരാ? അത് വേറെ ആരുമല്ല, രേഖേച്ചിയാ. സത്യം? രേഖേച്ചിയും ഗർഭിണിയാ. അത് കൊള്ളാലോ, ഒരു വീട്ടിൽ ഡബിൾ സന്തോഷം അല്ലേ? സന്തോഷമൊക്കെ തന്നെയാ. പക്ഷേ രേഖയും വരുണും തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ലെന്നാണല്ലോ അന്ന് രഞ്ജു എന്നോട് പറഞ്ഞത്. അത് ശരിയായിരുന്നു, പക്ഷെ അതിനിടയിൽ എന്തൊക്കെയോ അത്ഭുതം സംഭവിച്ചു, അത്രയേ ഉള്ളൂ. ഭാഗ്യം. എന്തായാലും ആ പെൺകൊച്ചിന് സങ്കടമൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ നടന്നത്, സന്തോഷിക്കാം എന്നൊക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ കുറേ പലഹാരമായിട്ട് ഞാനിനി അറയ്ക്കലിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ സന്തോഷത്തോടെ വീണ്ടും ഗീതുവിന് ലഡ്ഡു കൂട്ടുക. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജു ആലോചിക്കുകയാണ്, ഇവർ രണ്ടുപേരും ഗർഭിണികളായി. ഞാൻ മാത്രം എന്താ ആവാത്തത്?
ഗീതു ചേച്ചിയും ഗീതുവും രേഖ ചേച്ചിയും 6 അടിച്ചു. എന്നാൽ ഇനി ഞാൻ മാത്രമാണ് ബാക്കി, ഇനി ഞാനും കൂടിയേ പ്രഗ്നൻ്റ് ആവാനുള്ളൂ എന്നും. അത് കേട്ടതും ഗോവിന്ദും ഗീതുവും വിജയലക്ഷ്മിയും ഞെട്ടി. 3 പേരും ഞെട്ടലോടുകൂടെ രഞ്ജുവിനെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.